ഹായ്, ഞാൻ കുഞ്ഞുമണി. കുഞ്ഞുമണിയാണ്. കുഞ്ഞുമണി രാവിലെ എണീക്കും, ഇവനിട്ട് പണി കൊടുക്കും, ഇവൻ്റെ ചെരുപ്പുകൊണ്ട് അപ്പുറം വീട്ടിലിടും, തിന്നും, കിടന്നുറങ്ങും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം നമ്മൾ കുഞ്ഞുമണീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പോകും. ചൊറിഞ്ഞിൻ്റെ കൂടെ ഇവൻ്റെ കൂടെ നമ്മളൊരു ദിവസം ജീവിക്കാൻ പോകുകയാണ്. ഹായ് പറഞ്ഞേ, ഹായ് പറ, ഇവിടെ പറ. ഹായ് ഗൈസ്. ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ പല കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഭയങ്കര കൂട്ടാണ് അല്ലേ? ഇതാ കുഞ്ഞുമണി, കുഞ്ഞുമണി കൂട്ടാണ്. കണ്ടില്ലേ കടത്തം? കണ്ടില്ലേ? ഏതാ കടത്തം? പുറത്തിറക്കാൻ തന്നെ ഷെയ്ക്കാൻ്റെ ഒക്കെ തരും കേട്ടോ. ഗൈസ്, ഇവൻ്റെ ഒരു ദിവസം തുടങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ പോലെ പല്ലുവെപ്പും കുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, പിന്നെ ഉറങ്ങുന്നു. പിന്നെ ഇവൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, കാണിച്ചുതരാം. തേങ്ങകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പൊതിച്ച് കഴിത്തരും. ആ തേങ്ങയൊക്കെ നല്ല വൃത്തിയായിട്ട് പൊതിച്ച് കഴിത്തരും. കണ്ടില്ലേ, തേങ്ങയൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് പൊതിച്ച് കഴിത്തരും. ഇതിനെ കൊണ്ടുള്ളൊരു ഗുണം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവനെ തേങ്ങ പൊതിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ കലകളും ഞങ്ങൾ ഇവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേടാ ഇല്ലടാ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തേങ്ങ പൊതിച്ച് വരും. പിന്നെതാ കുഴിയെടുക്കും. ചേനയ്ക്കൊക്കെ കുഴിയെടുക്കണ അവനെടുക്കും. പിന്നെ വാഴയ്ക്ക് കുഴിയെടുക്കണ എടുക്കും. അളവൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്യും ഇല്ലടാ. പിന്നെ അവനൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അതൊന്ന് ഞാൻ പറയണോ? അമ്മേ, അങ്ങനൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട് ഗൈസ്. അത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു കൊടുക്കട്ടെ? അടങ്ങിയില്ലേ? ഓക്കെ. അവിടെ ഇരുന്നോളാം. അങ്ങനൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട് ഗൈസ്. അതായത് നമ്മുടെ ചെരുപ്പ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് പാത്ത് വെക്കുക എന്നുള്ളതാണ്. എന്താടാ നിൻ്റെ വൃത്തികെട്ട സ്വഭാവം? ഇതിപ്പം 3ാമത്തെ ചെരുപ്പാണ്. 2 കൊണ്ട് എവിടെ പാത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാടാ? ആർക്ക് കൊടുക്കാനാ? ആർക്ക് കൊടുക്കാനൊന്നും അറിയില്ല. അവൻ പാത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കൽ നമുക്കറിയില്ല. ഇവന് മാത്രമേ അത് എവിടെ കൊണ്ട് വെച്ചതെന്ന് അറിയുള്ളൂ. അതുകൊണ്ട് ഇവനെ കൊണ്ട് പോയാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ചെരുപ്പൊക്കെ മോനെ അവിടെ നിന്ന് എടുത്ത് കണ്ടുപിടിച്ച് തരണം കേട്ടോ. ഓക്കെ, നോക്കാം. കൂട്ടിക്കൊക്കെ കഴിഞ്ഞു. പിന്നെ അയച്ചു വിട്ടാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അയച്ചു വിട്ട് കഴിഞ്ഞാൽ കാണിച്ചു തരാം. അയച്ചു വിട്ടാനുള്ള പ്രശ്നം ഓടും. കാലിന്ന് വിടൂല. ഇവിടെ ചൂടായോണ്ടാന്ന് തോന്നുന്നു. മാന്തി കുഴി എടുത്തിട്ടാ കിടന്നത്. എന്തിനാടാ കുഴിക്കുന്നേ? എന്തിനാടാ കുഴിക്കുന്നേ? എന്തിനാ ചേട്ടാ കുഴിക്കുന്നേ? പാവല്ലേ. കുഴിയെടുക്കും. അടി. ചൂടായോണ്ടാന്ന് തോന്നുന്നു. കുഴിയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കിടക്കുള്ളൂ. സോ ഗൈസ്, നമ്മൾ കുറേ കാലം കൂടി ഇവൻ കുറേ ചെരുപ്പ് എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും എല്ലാവിധ ചെരുപ്പുകളും പുതിയ ചെരുപ്പ് മാത്രമായിട്ട് എടുക്കുള്ളൂ. പുതിയ ചെരുപ്പ് എടുത്തവൻ ഈ പറമ്പിലായിട്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുവച്ചിട്ടുണ്ട്. പുതിയതും പഴയതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ ഇവനെ കൊണ്ട് ഞാൻ തപ്പി കണ്ടുപിടിക്കും. പണിയെടുക്കട്ടെ. ഞാൻ കുഴിയെടുത്ത് എന്തോ പണിയില്ല. മതിടാ. എന്താ കിണർ വയ്ക്കാൻ പോവാ? വെള്ളം കണ്ടെത്തുമോ? നമ്മുടെ വീട്ടിലെല്ലാവരും പണിയെടുക്കുന്ന കൂട്ടത്തിലാട്ടോ ഗൈസ്. പട്ടി തൊട്ട് പൂച്ച ഒരു പണിയെടുക്കില്ല. കഴിഞ്ഞോ? നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. എവിടെ പണിനാ? വെള്ളം കണ്ടിട്ട് നിർത്തുള്ളൂ.
അപ്പോൾ നമുക്ക് പോവാ. ചെരുപ്പൊക്കെ നമുക്ക് എടുത്തിട്ട് വരാം. വാ, ചെരുപ്പ് എടുത്തിട്ട് വരാം. വാ, എടുത്തോ. റെസ്റ്റിലാണ്. നമ്മൾ പിന്നെ ഊരി. വാ എൻ്റെ പണി തുടങ്ങാം. ഇന്ന് ഇതാ കാണിച്ചു തരാം. ഇപ്പം കൊണ്ടുപോയ ചെരുപ്പ് കാണിച്ചു തരാം. കണ്ടോ, ഇതിലിതാ ഈ ചെരുപ്പിൻ്റെ തുണയില്ല. ഇത് പപ്പേൻ്റെ ചെരുപ്പാണ്. ഇതിൻ്റെ തുണയില്ല. പിന്നെ അതാ ഇതേതാ ചെരുപ്പ്? ഇത് ഇന്നലെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന പുറമേന്ന്. ഇതാ ഈ കറുപ്പ് ചെരുപ്പിൻ്റെ തുണ നീ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ കണ്ടുപിടിച്ച് തരുന്നാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ട് പറമ്പൊക്കെ ചുറ്റി നോക്കാം, എവിടെന്നെങ്കിലും കിട്ടും. മുള്ളുന്നു. പണിയെടുക്കാൻ വിളിച്ചിട്ട് നീ മുള്ളാനാണോ? കവറിലാണോ ഉണ്ടച്ചൻ? ഗൈസ്, അപ്പോൾ നമ്മൾ ഇവനെ കൊണ്ട് ചെരുപ്പ് തരാൻ വേണ്ടി പോവുകയാണ്. ബ്ലാക്ക് ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ഒരു ലെഗ് പീസ് ഞാൻ കൂടുതൽ വരും. എങ്ങോട്ടാ പോണേ? വേണോ? എന്തോ കാര്യമായിട്ട് തപ്പുണ്ട്. ഇവിടെ വന്നിട്ടില്ല ചെരുപ്പ്. ഞാൻ എന്നെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുമോ? കേട്ടാ, അവിടെ ഒന്നുമില്ല. നമുക്കറിയാം അവിടെ ഒന്നും നീ വെക്കൂല. മുള്ളാങ്കണ്ട് ഇവിടെ എവിടെയോ ആണ് ഇത് ഒളിപ്പിച്ചത്. എൻ്റെ താവളം ആ പറമ്പിലാണ് സാധാരണ കൊണ്ട് വെക്കല്. അവിടത്തൊക്കെ ഏകദേശം എടുത്തു. അതുകൊണ്ട് പിന്നെ അവിടെ ഉണ്ടാകാൻ ചാൻസില്ല. ഇവിടെ ആയിട്ട് പോയി തപ്പി കണ്ടുപിടിക്കാം. അവിടെ ഉണ്ടോ? എൻ്റെ ഉള്ളിൽ ഉണ്ടോ? ഓടി നടന്ന് മുള്ളു. അതേ മുള്ളിയത്. ചെരുപ്പ് തപ്പി കണ്ടുപിടിച്ചാട്ട്, അല്ലെങ്കിൽ ഇനിയും ഒരു ചെരുപ്പ് വാങ്ങേണ്ടി വരും. ചെരുപ്പ് എടുത്താടാ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകണോ? അവിടെ അപ്പുറം വീട്ടിൽ പോയിട്ട് തന്നെ അവിടെ. ഈ പറമ്പിലൊക്കെയാണോ ഉണ്ടാച്ച? ഇതാളെ കുളിപ്പിക്കണോ? കുളിപ്പിക്കണോ? ഗൈസ്, നമ്മളവിടുത്തെ ഗൈസ് ഇപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ എണ്ണ വലിച്ചോണ്ട് എവിടെ പോകാൻ ഗൈസ്. നമുക്ക് അടുത്ത ആരുടെ പറമ്പാ? ശോശാമ്മേൻ്റെ പറമ്പോ. അപ്പുറം പറമ്പിൽ പോയിട്ടൊന്നും കിട്ടിയില്ല. നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ സെർച്ച് ചെയ്യാൻ പോകും. കിട്ടൂടാ വലുതും. വിലക്ക് കിട്ടും. കൊല്ലുകളാവുന്നു. പറമ്പുകൾ പലതരമുള്ളത് കൊണ്ട് നമ്മളിവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മേലത്തെ പറമ്പ് സെർച്ച് ചെയ്യും. താഴെ പോകാണ്ട് കുറച്ച് ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് നിന്നെ ഞാൻ വെറുതെ വിടുന്നതാണ്. അതുവരെ നിങ്ങൾക്കൊന്ന് സെർച്ച് നടത്തും. പറമ്പിലൂടെ പോവുകയാണ്. പാവുണ്ടാവോ? അങ്ങോട്ടല്ല, അങ്ങോട്ട്. കോളിഫ്ലവർ കളഞ്ഞു കഴിഞ്ഞാൽ ഡാഡി വീട്ടിൽ നിന്ന് പുറത്താക്കും. കോളിഫ്ലവർ ആണല്ലേ. ഞങ്ങൾക്ക് 10 മിനിറ്റ് നോക്കാനുള്ള സമയം തരാം. എവിടെയാന്ന് വെച്ചാൽ തപ്പിക്കണ്ടു. പോട്ടെ. 10 മിനിറ്റ് ഇവിടെ നോക്കിയോ. ചെരുപ്പ് എവിടെയാണുള്ളത് അവിടെ കറക്റ്റ് സ്പോട്ട് ചെയ്ത് അവിടെയാണല്ലോ. അത് നോക്കല്ലേ. അമ്മേ പ്രാന്താടാ. എവിടെയാ? ഇവിടെ ഇല്ലേ? ചെരുപ്പ് കൊണ്ടുവെക്കുന്ന സ്ഥലം കാണിച്ചു തന്നിട്ട് നീ പോയാൽ മതി കേട്ടോടാ. എന്താ ചക്കയോ? എവിടെയാ? ഇവിടെ എവിടെയാണ് നീ ചെരുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു തന്നെ.
എവിടെ ചെരുപ്പ് എവിടെ? ഈ കാട്ടിലാണോടാ നിന്റെ ചെരുപ്പ്? ചെരുപ്പ് എവിടെ? അതിന് മൊത്തം കിടങ്ങാണ്ട് ചെരുപ്പ് എവിടെയാണ് കണ്ടുപിടിച്ചത്? അവിടെ പണി. ഇവിടെ ഇവിടെ കൊണ്ട് വെച്ചേക്കട ഐസ്. എന്റെ കാണാണ്ട് പോയി ചെരുപ്പ് തിരിച്ചിട്ടി. അതിൻ്റെ കൂടെ വേറെ ഇരിപ്പുണ്ടല്ലോ. അതായത് തുളയുള്ളായിരിക്കും. എടാ ഇത് ഇവിടെയാണോ കൊണ്ടുവച്ചേ? ഐസ് അതിൻ്റെ കാണാണ്ട് പോയ ചെരുപ്പ് തിരിച്ചിട്ടിരിക്കുന്നു. അമ്പടാ ഇത്ര അടുത്തുണ്ടായിരുന്നോ? 2 ചെരുപ്പേ ഉള്ളൂ ഇവിടെ. 2 അല്ല, അതേ അന്ന് കൊണ്ടുവച്ച ഒരു സ്ലിപ്പോൺസും ഉണ്ട്, പിന്നെ അതൊരു തുളഞ്ഞ ക്രോക്സും ഉണ്ട്, പിന്നെ ഈ ചെരുപ്പും ഉണ്ട്. ബാക്കിയൊക്കെ എവിടെയാണോ ആർക്കറിയാം. എന്തായാലും എൻ്റെ ചെരുപ്പ് കിട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. അതിനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയതാ. ചെരുപ്പ് വെച്ചിട്ടി. ഇടാ എന്നെ കാണാണ്ട് പോയ ചെരുപ്പ് പാരഗൺ ബ്ലാക്ക് ചപ്പൽ. മേടിച്ചപ്പോൾ പുതിയതായിരുന്നു, ഇപ്പോൾ പഴയതായി. അന്നതും കൊണ്ട വെച്ചതാ. ഇവിടാടാ നമുക്ക് വേണ്ടില്ലേ? അപ്പം കൊണ്ട വെച്ചതാ. നല്ല സാധനം തന്നെ തിരിച്ചിട്ടുണ്ട്. സന്തോഷമായി. മതി മതി 2 ചെരുപ്പ് മതി. ചെരുപ്പ് കിട്ടി. നീ നിൻ്റെ ആവശ്യമില്ല. അതിന് കൂട്ടിക്കൊണ്ട് നിന്നെ ഇടാൻ പോവാ. ഞാൻ അയച്ചു വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നല്ല പൊന്നി വാ ഇതല്ല ഇത്. സോ ഗൈസ് ഇനിയും അപ്പുറ പറമ്പിലും ഇപ്പുറ പറമ്പിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ പലതരം കമ്പനികളുള്ള പലതരം കളറുള്ള പലതരം ചെരുപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ വായിൽ ഇവനെ കൊണ്ട് തപ്പി കണ്ടുപിടിക്കുന്നതായിരിക്കും. എന്നിട്ട് വേടാ അവിടെ അവിടെ കൊല്ലൂടെ തപ്പി കണ്ടുപിടിക്കുന്നതായിരിക്കും. സതീഷ് ഒന്ന് മൂട് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇയാളെ എവിടെ എടുത്ത് നിൽക്കടാ. അവിടെ പണി എങ്ങനെയുണ്ട് ഇന്നത്തെ പരാക്രമം? ചെരുപ്പ് കൊണ്ടിടുമ്പോൾ ആലോചിക്കണം, അത് തപ്പി കണ്ടെടുക്കേണ്ടി വരുന്നു. ഇനി പല പറമ്പിലും നീ പലതും കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ ഞാൻ എടുക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ചോറ് നിന്നാൽ ഇപ്പോൾ കിടന്നാൽ കുറച്ച് റെസ്റ്റ് എടുക്കട്ടോ. വാ, എന്താ തെറി പറയുന്നുണ്ട്. ബെഡ് വെച്ചടായോ? അടുത്ത ബിസിനസ്. ഇവൻ ഒരു സ്ഥലത്ത് നിൽക്കൂല കേട്ടോ. എന്താ ഇവനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അവിടെ ഇവിടെ ഒക്കെ കുറേ ചെരുപ്പുണ്ട് ഉള്ളിൽ കുഴിച്ചിട്ട് വെച്ചേക്കാം. ചേട്ടാ പിന്നെ ഞാൻ നമ്മടാ നിന്നെ ശരിയാക്കി തരാം. നിന്റെയൊക്കെ കൊണ്ടുപോകും മണപ്പിച്ചിട്ടാ മതി. ഇവിടെ പലരുടെയും പലതും കൊണ്ടുപോയിട്ടുണ്ട്. ഈ വീടിനൊരു നാഥനേ ഉള്ളൂ, കുഞ്ഞുമണി. ചെരുപ്പിൻ്റെതാണ്. തൂണിൻ്റെ സൈഡായോ? ഇവനാ കരിങ്കൽ തടവിലിടും അവനെ. എത്ര പേരുടെ ചെരുപ്പാ? 1-2 പേരുടെ അല്ല, വീട്ടിലെ എല്ലാവരുടെയും ചെരുപ്പ് ഇവൻ്റെ കയ്യിലാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് അവന് വല്ല കൂസലുണ്ടോ നോക്ക്. അവനെ ഇട്ട് കഴിഞ്ഞാൽ ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും.
അതെ അവനെ കൂട്ടിലാകട്ടെ, ഇന്നത്തെ അവൻ്റെ ദൗത്യം കഴിഞ്ഞു. കൂട്ടിലാകട്ടെ, അവൻ്റെ ദൗത്യം കഴിഞ്ഞു. ഇന്ന് അവനെ ചെരുപ്പ് കണ്ടുപിടിക്കലായിരുന്നു അവൻ്റെ ദൗത്യം. അത് കഴിഞ്ഞു. ചങ്ങല വിട്ട് കഴിഞ്ഞാൽ ഓടുവാണ്. പിന്നെ അടി കാല് പിടിക്കാൻ കുറച്ചേരം കടന്നോ. തിരുമ്മി കൊടുക്കുക. തിരുമ്മ ഒഴിഞ്ഞല്ലേ ചൊറിച്ചില്ല. ഇവിടെ ചൊറിച്ചല്ലേ തിരുമാൻ നമുക്കൊരാളെ കൂട്ടോ. അമ്മ ഇവിടെ ചൊറിഞ്ഞു തരുമോ? ആ മതി. ഓ വട്ടച്ചൊറിയാണല്ലോ. ഞാൻ പോട്ടെട്ടാ, എല്ലാവരോടും ടാറ്റ പറയൂ, തിരിച്ച് കൂട്ടി കയറട്ടെ. മതി കേട്ടോ. ഇനി അടുത്ത ചെരുപ്പ് കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞാൽ പിന്നെയും പുറത്തു വിടും. അവസാനം കുഞ്ഞുമണിനെ നമ്മളെ കൂട്ടിലാക്കിയിരിക്കുന്നു. ഇനി നാളെ കുഴി വെച്ച് കടന്നുറങ്ങി കേട്ടോ. ഞാൻ അടുത്ത ചെരുപ്പ് എടുക്കുമ്പോൾ വിളിക്കാനാ കേട്ടോ. ബൈ 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 നാടാ ബൈ ബൈ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞിട്ടോ, വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, ബൈ ബൈ.